ഗദ്ദാഫിയുടെയും സംഘത്തിന്റെയും വാഹന തട്ടിപ്പ് കേസുകൾ തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ വാഹന വിൽപ്പനയും പണയവും മറയാക്കി നടത്തുന്ന വഞ്ചനകൾക്കൊടുവിൽ പോലീസ് വ്യാപക അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം വിശ്വാസവഞ്ചനയ്ക്ക് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2025 ജൂലൈ 10 പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ഇന്നോവ ക്രിസ്റ്റ കാർ മെക്കാനിക്കൽ ജോലിക്കായി കൈമാറിയെങ്കിലും വാഹനം തിരികെ നൽകാതെ പ്രതികൾ വഞ്ചിച്ചതായാണ് പരാതി. അതേസമയം ചേലക്കര സ്വദേശി അബ്ദുൽ ഷഫീഖിന്റെ ഡിസയർ കാർ വിൽക്കാൻ ഏൽപ്പിച്ച ചൂണ്ടൽ സ്വദേശി അജിൻ ഉടമയുടെ അറിവില്ലാതെ വാഹനം കേച്ചേരി മോട്ടോർ വേൾഡ് ഗാരേജ് ഉടമ ഗദ്ദാഫിക്ക് കൈമാറിയെന്ന മറ്റൊരു പരാതി കൂടിയുണ്ട്. ഗദ്ദാഫി വാഹനം പണയം വെച്ച് പണം കൈപ്പറ്റിയിട്ടും ഷഫീഖിന് തുക കൈമാറാതെ കാലതാമസം വരുത്തി കബളിപ്പിച്ചുവെന്നാണ് ആരോപണം. എന്റെ വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ഞാൻ അജിൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് വിൽക്കാൻ കൊടുത്തത്. അജിൻ എന്ന് പറയുന്ന വ്യക്തി ഗദ്ദാഫിക്ക് വിൽക്കാൻ കൊടുത്തു. അദ്ദേഹം എൻ്റെ വണ്ടി ലീസിന് എവിടെയോ കയറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണവശാൽ ഞാൻ കുന്നംകുളം സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയുണ്ടായി. പക്ഷേ അതിലൊരു കാരണം എനിക്ക് കിട്ടിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് നാളെ പൈസ തരാം എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി എന്നെ പറ്റിക്കുന്നു, കബളിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം ചെക്ക് തന്നു, ചെക്ക് ബൗൺസായി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു RC വണ്ടി ഇപ്പോൾ ഗദ്ദാഫിൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അദ്ദേഹം എവിടെയോ കയറ്റി വെച്ചിരിക്കുകയാണ്. അജിനോട് ചോദിക്കുമ്പോൾ അജിൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അജിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അജിൻ്റെ അമ്മ വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് പോലീസിനെ വിളിക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയാണ്. അജിന് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോണും കിട്ടുന്നില്ല. എന്നിട്ട് കുന്നംകുളം സ്റ്റേഷനിൽ നിന്നും അജിനെ വിളിക്കുകയും ഒരു ദിവസം അദ്ദേഹം വരാമെന്ന് പറഞ്ഞു വരികയും ചെയ്തില്ല. എന്ന് വിളിക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടില്ല. അവൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ അമ്മ വീഡിയോ എടുക്കുകയാണ്. ഒരു വർഷത്തോളം ആയി എൻ്റെ വണ്ടി അജിൻ്റെ കയ്യിൽ കിടക്കുന്നത്. സമാനമായ രീതിയിലുള്ള ഒട്ടേറെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയാണ് ഗദ്ദാഫി. കുന്നംകുളം കല്ലുംപുറം സ്വദേശി ഡോക്ടർ മുജീബ് റഹ്മാനെ വഞ്ചിച്ച കേസിൽ ഗദ്ദാഫിയെയും സംഘത്തെയും പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നോവ ക്രിസ്റ്റ എന്ന വാഹനം തരാമെന്ന് വിശ്വസിപ്പിച്ച് 7.5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും മുജീബ് റഹ്മാനെ സംഘം ചേർന്ന് ആക്രമിക്കുകയും ചെയ്ത കേസിലാണ് മുൻപ് അറസ്റ്റുണ്ടായത്. വാഹന വിൽപ്പനയും പണയവും മറയാക്കി നടക്കുന്ന ഈ തുടർച്ചയായ തട്ടിപ്പുകൾ നാട്ടുകാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ വാഹന ഇടപാടുകളുടെ മറവിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ശക്തമായ നിയമ നടപടിയുണ്ടാകുമെന്നാണ് പോലീസിന്റെ നിലപാട്. സെക്കോ ന്യൂസ്, തൃശൂർ.